പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എല്ലാവർക്കും നമസ്കാരമുണ്ട്. ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രമാണ് ഈ കാണുന്നത്. ഇവിടുത്തെ വളരെ പ്രധാനപ്പെട്ട വഴിപാടാണ് പാൽപ്പായസം. ഈ പാൽപ്പായസം വളരെ പ്രസിദ്ധമാണ്. ഈ പാൽപ്പായസത്തെ കുറിച്ച് ഈ ക്ഷേത്രത്തിന്റെ കോയ്മസ്ഥാനിയായ വലിയ മഠം BJ ശ്രീകുമാറിനോട് നമുക്കൊന്ന് ചോദിക്കാം. ചേട്ടാ നമസ്കാരം. ചേട്ടാ നമ്മുടെ ഈ ചരിത്ര പ്രസിദ്ധമായ അമ്പലപ്പുഴ ക്ഷേത്രത്തിലെ ഈ പാൽപ്പായസത്തെ കുറിച്ച് അതിന്റെ ചരിത്രത്തെ കുറിച്ച് ഒന്ന് പറയുമോ? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭുവനപ്രസിദ്ധമായ നൈവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. വർഷത്തിൽ 365 ദിവസങ്ങളിലും ദേവന് ഉച്ചപൂജ നിവേദ്യമായി നടത്തേണ്ട ഒരു വഴിപാടാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അമ്പലപ്പുഴ പാൽപ്പായസത്തിൻ്റെ മധുരം പോലെ എന്നൊരു ചൊല്ല് തന്നെ മലയാള ഭാഷയിൽ. അത്രയ്ക്ക് സ്വാദിഷ്ടമായ ഒരു നിവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ഇതിൻ്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ചെമ്പകശ്ശേരി രാജ്യം ഭരിച്ചിരുന്ന ദേവനാരായണ രാജാവ് ആ രാജ്യത്തെ 8 കരകളിലും ഉണ്ടായിരുന്ന ആയുധാഭ്യാസ പ്രകടനങ്ങൾ കാണുന്നതിന് വേണ്ടി ഓരോ പ്രദേശത്തുമെത്തി അവിടെ താമസിച്ച് സൈന്യ അവതരിപ്പിക്കുന്ന അവരുടെ ആയോധന കലകൾ കാണുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനും പോകുമായി. ഒരിക്കൽ തലവടി കരയിലെ ആയുധാഭ്യാസ പ്രകടനങ്ങൾ വീക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം തലവടിയിൽ ചെന്നപ്പോൾ അവിടെ പട്ടമന ഇല്ലത്ത് താമസിച്ചുകൊണ്ടാണ് അദ്ദേഹം ആയുധാഭ്യാസ പ്രകടനങ്ങൾ പരിശോധിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ സമയം പോകുന്നതിന് വേണ്ടി പട്ടമന ഇല്ലത്തെ ഒരു തിരുമേനിയുമായി ചതുരംഗത്തിൽ കളിയിൽ ഏർപ്പെടുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ ചതുരംഗം കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ രാജാവും പട്ടമന തിരുമേനിയും തമ്മിലുള്ള സംഭാഷണ മധ്യേ ചെമ്പകശ്ശേരി പ്രദേശത്ത്, അതായത് തകഴി ആറിന് പടിഞ്ഞാറ് വശത്തുള്ള പ്രദേശത്തെ കൃഷി ചെയ്യുന്നതിന് വിത്തില്ലാത്തൊരു അവസ്ഥയുണ്ടെന്നും 5000 പറ നെല്ല് വിത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി രാജാവ് പട്ടമന തിരുമേനിയോട് കടവായി ആവശ്യപ്പെടുകയും ചെയ്തു. രാജാവ് ചോദിച്ചതായതുകൊണ്ട് യാതൊരു തടസ്സവും കൂടാതെ ആളിനെ വിട്ടോളൂ, നാളെ തന്നെ നെല്ല് കൊടുത്തേക്കാം എന്ന് അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പട്ടമന തിരുമേനിയിൽ നിന്ന് 5000 പറ നെല്ല് രാജാവ് ഇവിടെ കൊണ്ടുവരികയും ഇവിടുത്തെ കൃഷിയെല്ലാം നടന്ന് അതിൻ്റെ കൊയ്ത്തെല്ലാം കഴിഞ്ഞ് ഈ നെല്ല് തിരികെ കൊടുത്തുകൊള്ളാം എന്നുള്ള വ്യവസ്ഥയിലായിരുന്നു പട്ടമന തിരുമേനി നെല്ല് കൊടുത്തത്. എന്നാൽ സൂത്രശാലിയായിരുന്ന രാജാവിൻ്റെ മന്ത്രി പാറയിൽ മേനോൻ ഈ നെല്ല് തിരികെ കൊടുത്തില്ല. വർഷങ്ങൾക്ക് ശേഷം പട്ടമന ഇല്ലം നിൽക്കുന്ന തലവടി പ്രദേശത്ത് വിത്തിന് ആവശ്യം വന്നപ്പോൾ അമ്പലത്തിലെത്തി രാജാവിനെ മുഖം കാണിച്ച്, ദേവരാണ് അങ്ങ് തന്നിരിക്കുന്ന നെല്ല് തിരികെ തരാതെ കൊണ്ട് അങ്ങ് ഉച്ചപൂജ ദർശനത്തിന് പോകരുത് എന്ന് രാജാവിനോട് അഭ്യർത്ഥിച്ചു. അപ്പോഴാണ് രാജാവ് അറിയുന്നത് കടം വാങ്ങിയ നെല്ല് തിരികെ കൊടുത്തിട്ടില്ല. അന്നേരം തന്നെ മന്ത്രിയെ വിളിപ്പിച്ച് എന്തുകൊണ്ട് ഈ നെല്ല് കൊടുത്തില്ല എന്ന് ചോദിക്കുകയും അത് ചില സാങ്കേതിക കാരണങ്ങൾ കൊടുക്കാൻ പറ്റിയില്ല, ഇന്ന് തന്നെ നെല്ല് കൊടുക്കാം എന്ന് പറയുകയും ആ പ്രദേശത്തുണ്ടായിരുന്ന ഭൂ ഉടമകളോടെല്ലാം വിളിച്ചു പറഞ്ഞ് ഉച്ചപൂജയ്ക്ക് മുമ്പായി അവരവരുടെ പത്തായത്തിലിട്ടിരിക്കുന്ന നെല്ല് മുഴുവനും ക്ഷേത്രനടയിൽ കൊണ്ടുവന്ന് കൂട്ടണമെന്ന് കൽപ്പന പുറപ്പെടുവിക്കുകയും ചെയ്തു. അങ്ങനെ പ്രദേശത്തുണ്ടായിരുന്ന ജന്മിമാരിൽ നിന്ന് നെല്ല് സമാഹരിച്ച് ക്ഷേത്രത്തിൻ്റെ കിഴക്കേ ആനക്കൊട്ടിൽ കൊണ്ടുവന്ന് കൂട്ടുകയും ഉച്ചപൂജയ്ക്ക് മുമ്പായി ഈ നെല്ല് മുഴുവൻ അളന്നുകൊണ്ട് പൊക്കോണം എന്ന് മന്ത്രി ഈ പട്ടമന തിരുമേനിക്ക് നിർദ്ദേശം കൊടുക്കുകയും ചെയ്തു. ഒരു കാര്യം കൂടി ചെയ്തു. ഒരു ജീവനക്കാരനും അല്ലെങ്കിൽ ഒരു തൊഴിലാളിയും പട്ടമന തിരുമേനിയെ സഹായിക്കുന്നതിന് വേണ്ടി പോകാൻ പാടില്ല. സന്നിഗ്ധാവസ്ഥയിലെത്തിയ പട്ടമന തിരുമേനിക്ക് ഉച്ചപൂജയ്ക്ക് മുമ്പായി ഈ നെല്ല് അളന്നു മാറ്റി കൊണ്ടുപോകുവാൻ സാധിക്കാതെ വന്ന സാഹചര്യത്തിൽ അതിൽ നിന്നും 3 പിടി നെല്ല് വാരി തിരുനടയിൽ സമർപ്പിച്ച് ഇതിൻ്റെ പലിശ കൊണ്ട് എല്ലാ ദിവസവും ദേവന് പാൽപ്പായസ വഴിപാട് നടത്തണം എന്ന് പറഞ്ഞ് ആ നെല്ല് മുഴുവൻ ഉപേക്ഷിച്ചിട്ട് അദ്ദേഹം യാത്രയാകുകയും ചെയ്തു. ആ പട്ടമന തിരുമേനിയുടെ നെല്ലിൻ്റെ പലിശ കൊണ്ടാണ്
എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ എല്ലാ മാസങ്ങളിലും ഉണ്ടാകുന്ന ഏകാദശി ദിവസങ്ങളിൽ പല ക്ഷേത്രങ്ങളിലും വഴിപാടുകൾ കാണില്ല. പക്ഷേ ഏകാദശി ആണെങ്കിൽ പോലും 365 ദിവസവും അമ്പലപ്പുഴ ഭഗവാൻ ഉച്ചപൂജയ്ക്ക് നിവേദിക്കുന്ന മഹാനിവേദ്യമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. ചെമ്പകപ്പൂവിൻ്റെ നിറമാണ് അമ്പലപ്പുഴ പാൽപ്പായസം. അരിയും പാലും പഞ്ചസാരയും വെള്ളവും ഇത് മാത്രം ചേർത്ത് തയ്യാറാക്കി എടുക്കുന്ന പാൽപ്പായസം രാവിലെ 6 മണിക്ക് മുമ്പായി തന്നെ വാർപ്പിൽ എത്ര ലിറ്റർ പായസം ഉണ്ടാക്കുന്നോ അതിൻ്റെ 4 ഇരട്ടി വെള്ളം ചേർത്ത് പാലും ചേർത്ത് വെള്ളവും പാലും കൂടെ കിടന്ന് വറ്റി 11 മണിയോടുകൂടി അതിനകത്ത് അരിയിട്ട് ഏതാണ്ട് 11:30 ആകുമ്പോഴത്തേക്ക് അരി വെന്ത് കഴിഞ്ഞാൽ പഞ്ചസാര ചേർത്ത് തയ്യാറാക്കിയ മുഴുവൻ പാൽപ്പായസവും തിരുനടയിൽ കൊണ്ടുപോയി ഭഗവാനെ കാണിച്ചു വേണം നിവേദിക്കാൻ എന്നാണ് അമ്പലപ്പുഴയിലെ ആചാരം. അതാണ് അമ്പലപ്പുഴ പാൽപ്പായസത്തിന്റെ. ഈ കാണുന്ന കെട്ടിടത്തിലാണ് പാൽപ്പായസം പാകം ചെയ്യുന്നത്. ഈ കെട്ടിടത്തിന്റെ പേര് തിടപ്പള്ളി എന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോൾ ഈ കൊണ്ടുപോകുന്ന പാൽപ്പായസം അകത്ത് കൊണ്ടുപോയി പൂജിക്കാനാണ്. അതിനുശേഷമാണ് പുറത്തേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോൾ അകത്തുനിന്നും പൂജ കഴിഞ്ഞ് കൊണ്ടുപോകുന്ന പാൽപ്പായസമാണ് ഈ കാണുന്നത്. ഇതാണ് ഭക്തന്മാർ പാൽപ്പായസം വാങ്ങിക്കാൻ ക്യൂ നിൽക്കുന്ന സ്ഥലം.